Bye. Bye, Travel Stories. Hi, I'm from Goa and I came to Wayanad and this was very high up on my list and it's amazing. It's a must do for anybody who comes to Wayanad. The degree of difficulty is moderate and decent amount of fitness would be great, I feel, it is, and good footwear. That's what I feel. But it's amazing, very scenic. Tell your name and I'm Babita Angle from Goa. what are you doing? I'm a medical professional. I'm a doctor, and I love trekking. Trekking is my passion. Thank you. Thank you. Okay, I'm Shilpa and I'm a marketing professional from Bangalore. I really love the trek. The views are amazing. The lake on the top is breathtaking, and the difficulty level is okay. The first part of it is tough, but then it gets easy. So I would recommend this. Oh, you're from Bangalore? Yeah. He's from we are in the same hostel. I mean hotel. Yeah. Okay. Oh, okay. You? Kasi you want to say? Say. Hi. No cigarettes here. 25,000. Fine. 30. Better not carrying this. ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ വീഡിയോ. അപ്പോൾ നമ്മൾ വയനാടുള്ളത് കേട്ടോ. അപ്പോൾ വയനാട് ചെറിയൊരു ട്രക്കിങ്ങിലാണ്. അത് എവിടെയാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഞങ്ങളുടെ പുലർച്ചെ വന്നതാ, ഒരു 5:30 വന്ന്. എന്നിട്ട് ടോക്കൺ എടുത്താൽ ആദ്യം ടോക്കൺ എടുത്തിട്ട് പിന്നെ ഒരു 7 മണിക്കാണ് നമുക്ക് കയറാനുള്ള ടോക്കൺ അവർ കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ കുറച്ചടക്കുമ്പോഴത്തേനും അങ്ങനെ കതച്ചു. ഇതാ ഇവരുണ്ട് കയറാനുള്ള സ്ഥലം വരെ വഴി വരണത്. പിന്നെ ഇങ്ങോട്ട് വരണവർ നേരത്തെ വരാൻ ശ്രമിച്ചു, കാരണം 200 ടോക്കണാണ്ട് ഒരു ദിവസം കൊടുക്കുള്ളൂ. പിന്നെ അതേപോലെ 5 പേർക്ക് 1770 രൂപ ടിക്കറ്റ് ചാർജായിട്ട് വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്നുണ്ട് ഓരോ ആൾക്കാർക്കും എക്സ്ട്രാ ചാർജായിട്ട് വരും. നമ്മളിപ്പോൾ ഉണ്ടാകുന്ന ചെക്കന്മാർ കയറി വരണുള്ളൂ. പറഞ്ഞാൽ ഇവിടെ കാറ്റുണ്ട്. ഇവിടെ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ വ്യൂ വെച്ചാൽ ഓക്കെ മറ്റേ പോലെ സാറേ ഞങ്ങള് ആ കാണുന്ന അറ്റത്തില്ലേ അവിടെ കണ്ടിട്ട് ഇത് അവിടുന്ന് നടന്ന് കയറി. അത് വെറും 1/2 കിലോമീറ്റർ ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇനിയും 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും നാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വാ. കയറും തോറും വഴിയിൽ കുത്താനായി തുടങ്ങുന്നു. യോ അതെ, കുറച്ച് വന്നു കഴിഞ്ഞാലേ ഇവിടെ വല്ല പൈപ്പിൽ വെച്ചിട്ടുണ്ട് അവർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഉപ്പില്ലാത്തവർക്കൊക്കെ അങ്ങനെ കുടിക്കാൻ പറ്റും. ഇതിങ്ങനെ അരുവിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതാടാ കുടിക്കാൻ വേണ്ടി വെച്ചില്ലേ? ആ കുടിക്കാനാടാ. ആടാ അതന്നെ ആള് പറഞ്ഞിട്ട് പൈപ്പ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ നോക്കാം. ഉണ്ടാവില്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കാണ്. മോഹം കഴുകാം അല്ലേ. കുറച്ച് കയറിയപ്പോൾ ഇവിടെ വെള്ളം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ട്രക്കിങ് തുടങ്ങാം. സംഭവം അടിപൊളിയൊക്കെയാണ്. പക്ഷേ 1700 രൂപക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ടാവും അങ്ങനെ എത്ര വലിയ പീസ് വാങ്ങണ്ടാവുക. സംഭവം നല്ല രസം കേട്ടോ. അടിപൊളി സ്ഥലമൊക്കെയാണ്. അങ്ങനെ വരാനൊക്കെ
ഇവിടെ ഓരോ 200 മീറ്റർ എത്രയുടെ മീറ്റർ കൂടുന്തോറും ഗൈഡുകൾ നിൽക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ടിക്കറ്റുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. പിന്നെ ഇവിടെ ആന ഇറങ്ങാറുണ്ടെന്ന് പറഞ്ഞാൽ ഗൈഡ് പറഞ്ഞാണ് ആന ഇവിടെ ഒരു തടാകമുണ്ട് അടി ഇവിടെ കാണിച്ചു തരാൻ വരുമ്പോൾ മേലെയാണ് മറ്റേ ലവ് ചിഹ്നത്തിലുള്ള ഹാർട്ട് ഷേപ്പിലുള്ള ഇതില്ലേ തടാകമുള്ളത്. അത് എൻ്റെ അമ്മ കയറുകയാണ്. ഇവിടെ ഒന്നും കുഴപ്പമില്ല, സ്റ്റാർട്ടിങ്ങിലാണ് നടക്കാൻ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു തടാകം ഉണ്ടെന്ന്, അതൊക്കെ കാണാണ്. ചെറിയ തടാകം. Birmingham? I think it was supposed to Birmingham. What used to live in Birmingham? അവിടെ നിന്ന് ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ വരണുള്ളൂ. ഇവിടെ വലിയ പ്രശ്നമില്ല കേട്ടോ, സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ വന്ന ഒരാൾ ഇതവിടെ ഇരിക്കുന്നു, ഒരാൾ മേലക്ക് അങ്ങോട്ട് കണ്ടു കയറിപ്പോയിട്ട്. ഇനി വീണ്ടും നടത്തുന്ന തൊട്ടോ I think it depends on what it is. ஒரே கப்பல்ஸ் கோல் பண்ணினது யாரு கேன வச்சிருக்கானே தெரியல. ഈ മലയുടെ ടോപ്പിൽ കറക്റ്റായിട്ട് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഇത് ഏകദേശം കറക്റ്റ് ആ ഭാഗത്തു നിന്നൊക്കെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണൂല്ലേ ഇതിൻ്റെ ഹാർട്ട് ഷേപ്പ്. അവിടെ നോക്കുമ്പോൾ എനിക്ക് തോന്നല്ല ഇങ്ങനെ നേരം വിളിക്കും. ഞാൻ പോയിട്ട് നേരം എന്ത് കാറ്റ് കാറ്റ് കാറ്റ്. ആ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു നാച്ചുറൽ പോണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണാൻ എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിൻ്റാണ്. പറക്കണ്ട സാർ. ഞാൻ ഇങ്ങനെ നടന്നു. ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് നോക്കുമ്പോൾ അതിനായിട്ട് സാറിൻ്റെ പാട്ട് മറന്നു പോയതാ. കോറസ് കൊടുക്കല്ല. നമ്മൾ ഈ തടാകത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ആശുവിന് ആഗ്രഹം ഒന്ന് മോൻ കഴുകണം. ആശുവേ മോൻ കഴുകണല്ലേ? But then what's the plan? No, I think it's more like someone came and said, oh wow, it looks like a horse. Let's make a touristic snake. And bam, done. I would imagine that the mountain was what drew people here. അറ്റാക്ക് നമ്മുടെ ടീം ഇവിടെ. അതാണ് മറ്റേ സാധനം. മച്ചാമാരെന്തേ? അല്ല മച്ചാൻ Shame you can't fish it there. മച്ചാനെന്തേ? അതാ വിളി. Surprised if it's there because the weather's ഞങ്ങളെ ഒപ്പം ഉണ്ടായിരുന്ന 2 ടീമിനെ കണ്ടിട്ടുണ്ട് കുറേ. തുടക്കുമ്പോൾ അല്ല സംഭവം ട്രക്കിങ് തുടങ്ങുമ്പോൾ ഞങ്ങളൊപ്പം ഉണ്ടായിരുന്ന, പിന്നെ അവരെ കണ്ടിട്ടില്ല. ദാ പോണ്. Man.
എന്ത് ലേറ്റ് ആയി മലയാളി ആവില്ല ചൈനക്കാരിയാ എടിമ ജപ്പാനാവും ജപ്പാനായിരിക്കാണ് കൂടുതലും വയസ്സ് ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ വരണ്ടില്ലാന്ന്. അപ്പൊ നമ്മള് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇങ്ങോട്ട് ഫസ്റ്റ് വരുമ്പോഴേ ടിക്കറ്റ് എടുത്തിട്ട് വണ്ടിയിൽ വരാൻ നോക്കിക്കോ, ഇല്ലെങ്കിൽ 2 കിലോമീറ്ററോളം നമുക്ക് നടക്കേണ്ടി വരും. അപ്പം അല്ലെങ്കിൽ തിരിച്ച് പോകുമ്പോഴാവും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. കാരണം നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലത്തു നിന്ന് 2 കിലോമീറ്ററോളം നമുക്ക് നടക്കേണ്ടി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വരികയാണെന്നുണ്ടെങ്കിൽ 40 രൂപ നമുക്ക് വണ്ടിയുടെ ഇതുണ്ട്, പാർക്കിംഗ് ഫീ വരുന്നുണ്ട്. Yeah, there is another Great Lakes of Kashmir. Wow, Hello guys, welcome back to Travel Story Bro. ടിക്കറ്റ് ആണ് കുറച്ച് സംഭവം നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് അതൊരു വിഷയമല്ല, കാരണം അവര് പുറത്തുനിന്ന് ഇതിന് വേണ്ടിട്ട് വരുന്ന ആൾക്കാരില്ല. അപ്പൊ അവർക്ക് നമ്മളിതിന് വേണ്ടി ഒന്ന് തന്നെയാണ്. ഇരട്ടിയാണ്. അതായത് നമുക്ക് 1770 രൂപ ഒരാളായാലും 5 പേരായാലും ഉണ്ട്. പിന്നെ ഓരോ ആൾക്കാർക്കും 250 എത്രണ്ട് വെച്ചിട്ട് കൂടും. അപ്പോൾ ഫോറിനേഴ്സ് വരുമ്പോൾ അവർക്ക് ഇരട്ടിയാണ്. അതായത് 3000-3500 റേഞ്ച് വരുന്നുണ്ട് 5 പേർക്ക്. അവർക്ക് അതിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാട്ടാ. എന്തെങ്കിലും പറയണ്ടോ സാർ? എനിക്കൊന്നും പറയാനില്ല ഗായ്സ്, ദവാസ് പറയുന്നതാണ്. വിശക്കുന്നുണ്ട് ഗായ്സ്, കാടല്ലേ ഗായ്സ്.